ഇപ്പോഴായി പിന്നെ ഡാൻസ് ക്ലാസ് നമ്മൾ മാക്സ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. 11:30ക്കാണ് നമ്മുടെ ഡാൻസ് ക്ലാസ് ടൈം വരുന്നത്, അഡൾട്ടിൻ്റെ ക്ലാസ് വരുന്നത്. അപ്പോൾ ചേച്ചി ഇന്നില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ഹറിബറി ആയിരുന്നു. കേത്തു ഈ അടിക്കൽ തുടക്കൽ അലക്കൽ പരിപാടിയും ഞാൻ അടുക്കളയിൽ കുറച്ച് പണിയുള്ളായിരുന്നു. എല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് നിങ്ങൾ മീൻ കൊണ്ടുവന്നത് കേട്ടോ. ഭാഗ്യത്തിനകത്ത് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഡാൻസ് ക്ലാസ്സിന് പോകണമെന്ന് അറിയാവുന്നതുകൊണ്ട് ആ പരിപാടികൾ വേഗം കഴിച്ചു വെച്ചു. മീൻ നന്നാക്കിയത് കൊണ്ട് തന്നെ ഒന്ന് മേലെഴുകാമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടാണ് മേല് കഴുകാറുള്ളത്. കുറച്ച് ബെഡ്ഷീറ്റൊക്കെ അലക്കാനുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഒരുങ്ങിയതിന് ശേഷം ഇറങ്ങാൻ നിൽക്കുന്ന നേരത്താണ് നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടത്. എന്നിട്ട് നമ്മൾ നമ്മുടെ പിള്ളേർ പടയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് പിക്ക് ചെയ്ത് കൊണ്ടും നമ്മുടെ ഐനൂസിനും അല്ലൂസിനും മുടി ഭയങ്കര വീക്ക്നെസ് ആണ് കേട്ടോ. അതാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് പാറുൻ്റെ ക്ലാസ് കഴിയുന്ന സമയമായിരിക്കും കേട്ടോ. ഇന്ന് അഡൾട്ടിൽ ഞങ്ങൾ 2 പേര് മാത്രം ഉണ്ടായതുള്ളൂ. ബാക്കിയുള്ളവർ എന്തെങ്കിലും കാരണം കൊണ്ട് ലീവായിരുന്നു. ഇപ്പോൾ എൻ്റെയും ഇതിൻ്റെ വലിയൊരു സ്വപ്നമാണ് ഗുരുവായൂർ അമ്പലം നടയിൽ ഞങ്ങളുടെ അരങ്ങേറ്റം തരണം. സോ മാക്സിമം എഫേർട്ട് നമ്മൾ ഇടാറുണ്ട് കേട്ടോ. വരുന്ന വഴിക്ക് നമ്മൾ ചേച്ചിയുടെ കിടന്ന ഒരു ജ്യൂസ് മസ്റ്റായിട്ടും കഴിക്കാറുണ്ട്. പിന്നെ നമ്മുടെ പാറുൻ്റെ ക്ലാസ്സിൽ സ്കൂളിൽ യൂണിഫോം ഒന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞപ്പോൾ പഞ്ചറായി. നമ്മൾ അലക്കിയിട്ട കംഫർട്ടറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മടക്കി എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് പുതിയൊരു സംഭവമാണ്. നല്ല വലിയൊരു സ്റ്റോറേജ് ബാഗാണ് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്തും ഒരുപാട് വിഡ്ത്തും സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല വലിയ സ്റ്റോറേജ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഞാൻ ഒരുപാട് ബെഡ്ഷീറ്റും കംഫർട്ടറൊക്കെ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് വെക്കാനൊരു സ്പേസ് എനിക്ക് അത്യാവശ്യമായിരുന്നു. ഞാൻ ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് കട്ടിലിൻ്റെ അടിയിൽ വെച്ചിരുന്നത്. എനിക്ക് വലിയ ഇഷ്ടമല്ല കട്ടിലിൻ്റെ അടിയിൽ സാധനങ്ങൾ കയറ്റാൻ, പക്ഷേ സ്പേസ് ഇല്ലല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ ഒരുപാട് ഡ്രസ്സുകൾ നമുക്ക് എടുത്ത് വെക്കാം. ബെഡ്ഷീറ്റ് മാത്രമല്ല, എന്ത് ഡ്രസ്സായാലും ഭയങ്കര വില കുറവാണ്. നിങ്ങൾ മസ്റ്റായിട്ട് വെച്ചോ. നിങ്ങളുടെ തുണികൾ നല്ല സൂപ്പറായിട്ട് വെക്കാൻ പറ്റും. ഈ ഒരു ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ കംഫർട്ടറും കൂടെ അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് മൊത്തം നമ്മൾ വിരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലോറൊക്കെ ഒന്ന് തുടച്ച് എല്ലാം അടിച്ച് വാരിയിട്ട് ഒന്ന് നിവർന്ന് ഇങ്ങനെ കെടുക്കുമ്പോൾ ഞാൻ എൻ്റെ കൺമുന്നിൽ കാണുന്നു സ്വർഗം.